മഴ തോരും മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വേറെ ഒന്നുമല്ല, ബാലചന്ദ്രൻ്റെ ചില നീക്കങ്ങളെക്കുറിച്ച് നമ്മുടെ ഗംഗാധര മേനോൻ വീട്ടുകാരെ അറിയിക്കുന്ന, അതായത് മനുവിനെ അറിയിക്കുന്ന, ശിവനെ അറിയിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക, കാണാനായിട്ട് സാധിക്കുക. അതായത് നമ്മുടെ ബാലചന്ദ്രനും വൈശയുടെ മുൻ കാമുകനും തമ്മിൽ കണ്ടുമുട്ടൽ സംഭവിക്കാനായിട്ട് പോവുകയാണെന്നും, കൂടാതെ തന്നെ ബാലചന്ദ്രൻ അയാളുടെ കൈകളിലേക്കാണ് അലീനയെ തിരിച്ചേൽപ്പിക്കാൻ പോകുന്നത് എന്നും പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം മനു ചോദിക്കുന്നുണ്ട്, അങ്കിളിന് ഇത് എവിടെ നിന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി? ഇത്ര കൃത്യമായിട്ട് അങ്കിൾ എങ്ങനെ അവിടെ എത്താനാണ് എന്ന് ചോദിക്കുന്നത് കാണാം. എൻ്റെ പൊന്നു മനു, അതുതന്നെയാണ് ഞാനും ചിന്തിച്ചത്. ബാലചന്ദ്രൻ എങ്ങനെ ഇതെല്ലാം കണ്ടെത്തി എന്ന്. പിന്നെ ബാലചന്ദ്രൻ വിചാരിച്ചാൽ ഒന്നും നടക്കാത്തതില്ലല്ലോ. അദ്ദേഹത്തിന് അതിൻ്റേതായ സ്വാധീനമുണ്ട്, പണമുണ്ട് എന്ന് പറയുന്നു. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്നെ അവൻ കാണാൻ വന്നപ്പോൾ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. അലീനയെ ഇനി അവളുടെ അച്ഛൻ നോക്കട്ടെ എന്നാണ് അവൻ പറഞ്ഞത് എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ മനു ഒന്ന് ഞെട്ടുന്നുണ്ട്. തൻ്റെ കൺമുൻപിൽ നിന്നും അലീന ദൂരത്തേക്ക് പോവുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത മനുവിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ മനുവാണെങ്കിൽ അതുകൊണ്ട് തന്നെ വളരെയധികം ദുഃഖത്തിലാഴുന്നുണ്ട് എന്നും കാണാൻ കഴിയും. ഇതിനെന്താ ചെയ്യാൻ പറ്റുക ഗംഗേട്ടാ എന്ന് ശിവൻ ചോദിക്കുമ്പോൾ, ഇതിനിപ്പോൾ ഞാൻ നോക്കിയിട്ട് വലിയ പോംവഴിയൊന്നും കാണുന്നില്ല ശിവ. നമുക്ക് എന്തു ചെയ്യാനാ? വൈശയോടുകൂടി ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അവളോട് ഈ സിറ്റുവേഷനിൽ സത്യം പറയാനായിട്ട് കഴിയില്ലല്ലോ എന്ന് പറയുന്നു. അത് കേട്ടതും അതും ശരിയാ, അവൾ നമ്മളെ ചാടിക്കടിക്കാനായിട്ട് വരും എന്ന് പറയണം. ഇവിടെ നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ഇവിടുന്ന്, അതായത് കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ എല്ലാവരും. ഇതിനിടയിൽ രേവതിക്കുട്ടി രോഹിത് ബന്ധത്തിന് കുറച്ചുകൂടി ദൃഢമാകുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർ തമ്മിൽ പരസ്പരം അടുക്കുകയാണോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. കാണാൻ സാധിക്കുന്നത് എന്തായാലും അവർ തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്. 1-2 എപ്പിസോഡുകളിലായിട്ട് രേവതിക്കുട്ടി നമ്മുടെ രോഹിത് കോംബോ ആണല്ലോ വർക്കിംഗ് ആക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക.